നമസ്തേ. ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള ഹിന്ദി പ്രചാരസഭ നടത്തിയ 2023 ജനുവരി സുഗമ ഹിന്ദി പരീക്ഷയുടെ ചോദ്യപേപ്പർ 1 പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ വർഷത്തെ സുഗമ ഹിന്ദി പരീക്ഷയ്ക്ക് ചേർന്ന എല്ലാ കുട്ടികളും ഈ ഒരു ചോദ്യപേപ്പറിൽ നോക്കിയിട്ട് പോവുക. ഫൈനൽ എക്സാമിനും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്കായിരിക്കും നിങ്ങൾക്ക് ആൻസർ ലഭിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വളരെ ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ എല്ലാ പാഠങ്ങളും ഉൾപ്പെടുത്തിയാണ് ഈ ഒരു ചോദ്യപേപ്പർ തയ്യാറാക്കിയിരിക്കുന്നത്. 2023 ചോദ്യപേപ്പറാണ്. 2024 ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക. അപ്പോൾ എല്ലാ വീഡിയോസും ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ലൈക്ക് ചെയ്യുക കേട്ടോ. മേരെ ഭാരതവാസിയോ കിസ് വിധ കി രചന ഹെ. മേരെ ഭാരതവാസി ഏത് ടൈപ്പുള്ള രചനയാണ്? ഏതാണ്? ഭാഷണം. പാരാമാരിബോ കിസ് ദേശമേ ഹെ. എവിടെയാണ് പാരാമാരിബോ? സൂരി നാമേ. മുർഗി കാ മുർഗി നാം കിസ്നെ രക്ക. ആരാണ് മുർഗിക്ക് മുർഗി എന്ന പേര് ഇട്ടത്? ആരാണ്? രാജവന്തി മാനെ. കിസ്കെ ഉപദേശ സേ സ്കൂട്ടർ വാല ലോഗോं को പാനി പിലാനെ ലക്ക. ആരുടെ ഉപദേശപ്രകാരമാണ് സ്കൂട്ടർ വാല ആളുകൾക്ക് വെള്ളം കൊടുക്കാൻ തുടങ്ങിയത്? ആരാണ്? മാതാജി കെ. ലഡ്കേനെ അനന്ത്ജി കെ കമരേമേ ക്യാ ദേക്ക. എന്താണ് കണ്ടത്? മിത്ര മരേ പടേ ഹെ. അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് മരണപ്പെട്ടതാണ് കണ്ടത്. അടുത്തത് നിമ്നാങ്കിത കവിതാംശ പടേ അവർ 6 से 8 तक के प्रश्नों के उत्तर लिखे. ഇവിടെ ഒരു കവിത കൊടുത്തിട്ടുണ്ട്. നീലാംബർ പരിഗൻ ഹരിത തടുപ്പർ സുന്ദർ ഹെ. സൂര്യചന്ദ്ര മുഗ് യുഗ് മുകുട് മേഖല രത്നാകർ ഹെ. നദിയാം പ്രേമ പ്രവാഹ് ഫൂൽ താരെ മണ്ഡൻ ഹെ. ബന്ദീജൻ ഖഗ് വൃന്ദ ശേഷ ഫൺ സിംഹാസൻ ഹെ. करते अभिषेक पयादे है बलिहारी इस वेशिकी हे മാതൃഭൂമി തു സത്യ ഹി സഗുണമൂർത്തി സർവേഷിക്ക്. ഇപ്പോൾ ഈ ഒരു കവിത വായിച്ചിട്ട് അതിൽ വരുന്ന ഒൻവേടും കവിതയുടെ ആശയം എഴുതുക. ഇൻ പങ്ക്തിയോं के കവി कौन है. ആരാണ് ഈ കവിത എഴുതിയത്? മൈഥിലി ശരണഗുപ്ത്. ഭാരത് മാതാ കാ വസ്ത്ര നീലാംബർ. കവിതാക്ക് ആസ്വാദൻ ടിപ്പണി. അപ്പോൾ ഇതൊരു നോട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് കോപ്പി എടുത്ത് പഠിക്കുക, അല്ലെങ്കിൽ നോട്ടിൽ എഴുതി പഠിക്കുക കേട്ടോ. യഹ് മാതൃഭൂമി കവിതാക്ക അംശ ഹെ. ഇത് മാതൃഭൂമി കവിതയുടെ ഭാഗമാണ്. ഇസ്കെ കവി മൈഥിലി ശരണഗുപ്ത്. ഇത് എഴുതിയിരിക്കുന്നത് മൈഥിലി ശരണഗുപ്താണ്. യഹ് കവിത ദ്വിവേദി യുഗ് കി ഹെ. ദ്വിവേദി യുഗത്തിലെ കവിതയാണ്. പ്രസ്തുത അംശമേ മാതൃഭൂമി കാ ഗുണഗാൻ ഹുവാ ഹെ. ഇതിൽ മാതൃഭൂമിയെക്കുറിച്ചാണ് പാടിയിരിക്കുന്നത്. ഭാരത് സർവേഷിക്ക് മൂർത്തിക്ക് സമാൻ ഹെ. ഭാരത് ആരെ പോലെയാണ്? സകലകല വല്ലഭയെ പോലെയാണ് ഇരിക്കുന്നത്. നീലാംബർ ഉസ്കെ സുന്ദർ വസ്ത്ര ഹെ. നീലാംബറാണ് നീലാകാശം ഇങ്ങനെ സുന്ദരമായ വസ്ത്രം പോലെ അണിഞ്ഞിരിക്കുന്നു. സൂര്യ ചന്ദ്ര മുകുട്. സൂര്യനും ചന്ദ്രനും മുകുട് കിരീടമാണ്. സാഗർ മേഖല. നദിയാം ഫൂൽ ഓർ താരെ ഉസ്കെ സുന്ദർ ആഭൂഷണ ഹെ. അതിൻ്റെ ആഭരണം എന്തൊക്കെയാണ്? നദികൾ, പൂക്കൾ, നക്ഷത്രങ്ങളൊക്കെയാണ് ആഭരണമായി ഇരിക്കുന്നത്. അപ്പോൾ പ്രകൃതിയാണ് ഇവിടെ കവി വർണ്ണിക്കുന്നത്. പക്ഷിയോं का समूह उसका गुणगान करते हैं. शेषनाग का फण उसका सिंहासन है. ബാക്കിയെല്ലാം അതിൻ്റെ സിംഹാസനം. बादल उसका अभिषेक करते रहते हैं. ഭാരത മാതാ का ऐसा रूप അനുപം है. ഭാരത മാതാവിൻ്റെ ഈ രൂപം എത്ര വർണ്ണിച്ചാലും മതിവരാത്താണ്. കവി ഉസ്കെ സാമനെ ആത്മസമർപ്പണ കർണ ചാത്ത ഹെ. അപ്പോൾ കവി തൻ്റെ ദേശത്തിന് വേണ്ടി എല്ലാം अर्पिക്കുകയാണ്. कवितांश में द्विवेदी युगीन काव्य शैली की विशेषताएं देख सकते हैं. कविता का आशय स्पष्ट है, भाषा सरल है. ഒരിക്കലും വായിക്കാം. यह मातृभूमि कविता का अंश है. इसके कवि मैथिली शरणगुप्त है. यह कविता द्विवेदी युग की है. प्रस्तुत अंश में मातृभूमि का गुणगान हुआ है. भारत सर्वेश की मूर्ति के समान है. नीलांबर उसके सुंदर वस्त्र है. सूर्य और चंद्र मुकुट. सागर मेघला है. नदियाँ फूल और तारे उसके सुंदर आभूषण है. पक्षियों का समूह उसका गुणगान करता है. शेष नाग का फण उसका सिंहासन है. बादल उसका अभिषेक करते रहते हैं. भारत माता का ऐसा रूप अनुपम है. कवि उसके सामने आत्मसमर्पण करना चाहता है. कवितांश में द्विवेदी युगीन काव्य शैली की विशेषताएं देख सकते हैं. कविता का आशय श्रेष्ठ है, भाषा सरल है. അപ്പോൾ ഇത്ര എഴുതുമ്പോൾ 6 മാർക്ക് കിട്ടും. അടുത്ത് വരുന്നത് സഹി മിലാൻ കരയാണ്. കുറച്ച് ഇംഗ്ലീഷ് വാക്ക് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഹിന്ദി. അക്കോർഡൻസി രേഖാശാസ്ത്ര, ബോട്ടണി വനസ്പതി വിജ്ഞാൻ, സർട്ടിഫിക്കറ്റ് പ്രമാൺ പത്ര, ഡിസ്കൗണ്ട് ഭട്ട, ജോമെട്രി രേഖാഗണിത, പ്രസൻറ്റ് പ്രതിശത, റേഷ്യോ അനുപാത്, വൈറസ് വിഷാണ്. അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ എഴുതാനാണ്. 2 മാർക്കിൻ്റെയാണ്, 3 എഴുതുക. ബഹാദൂർ ഷാ ഷഫർ കോ അപ്പനി ബേട്ടി കാ കത്ത് ആസുനാമ തൂലക. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് തൻ്റെ മകളുടെ കത്ത് ദുഃഖകരമായിട്ട് തോന്നിയത്?
बेटी के खत में ब्रिटिश सरकार के अत्याचारों और ഭാരതീയോं की दुरावस्था का वर्णन है. ഈ കത്തിൽ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ അത്യാചാരങ്ങളെക്കുറിച്ചും ഭാരതീയരുടെ ദുരാവസ്ഥയാണ് കവി വർണ്ണിക്കുന്നത്. യഹ് ജാൻകർ പിതാജി ദുഃഖി ഹോത്താ ഹെ. ഇതൊക്കെ അറിഞ്ഞപ്പോൾ അച്ഛന് വളരെയധികം സങ്കടം തോന്നി. അപ്പം അച്ഛൻ എവിടെ ഇരിക്കണ, ജയിലിരുന്നല്ലേ. ഉസേ യഹ് കത്ത് ആസുനാമ ലഗ. അതുകൊണ്ടാണ് ഈ ഒരു കത്ത് വായിച്ചപ്പോൾ അച്ഛന് വളരെ ദുഃഖകരമായിട്ട് തോന്നിയത്. ഹിന്ദി ഭാഷ സൂരിനാം കൈസേ പहुंचे. എങ്ങനെയാണ് സൂരിനാമിൽ ഹിന്ദി ഭാഷ എത്തിയത്? गिरमिटिया श्रमिक सूरीनाम जाते समय हनुमान चालीसा രാമചരിതമാനസ് ആദി ധർമ്മഗ്രന്ഥോं സാത്ത് ലേ ഗേ थे. അപ്പോൾ അവരെന്ത് ചെയ്തു? യാത്രയോടൊപ്പം തന്നെ രാമചരിതമാനസ്, ഹനുമാൻ ചാലിസയൊക്കെ കൊണ്ടുപോയി. ഇസ്കെ മാധ്യം സേ ഹിന്ദി സൂരിനാം പहुंचे. അങ്ങനെയാണ് ഹിന്ദി സൂരിനാമിൽ എത്തിയത്. സെമീൻ की रजिस्ट्री के पहले दिन पिताजी को खेत देखने की इच्छा क्यों हुई. അപ്പോൾ രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പായിട്ട് അച്ഛന് ഒരിക്കൽ കൂടെ തൻ്റെ വസ്തു കാണാനുള്ള ആഗ്രഹം തോന്നി. എന്തുകൊണ്ടാണ്? പിതാജിനെ കഠിന പരിശ്രമം കർക്ക് ഖേത്ത് ഖരിദാത്ത. അച്ഛൻ വളരെ അധ്വാനിച്ചാണ് ഈ ഒരു വയൽ സമ്പാദിച്ചത്. ഖേത്ത് കെ പ്രതി ഉൻകാ ബഡ ലഗാവത്ത. അച്ഛന് ആ കൃഷിയെ തൻ്റെ സ്ഥലത്തിനോട് ഒരു അതിയായ സ്നേഹമായിരുന്നു. ഇസ്ലിയെ രജിസ്ട്രി കെ പഹലേ ദിൻ ഉന്നി ഖേത്ത് ദേഖ്നേക്ക് ഇച്ഛാ ഹുയി. അതുകൊണ്ടാണ് രജിസ്ട്രേഷന് മുമ്പ് അച്ഛന് ഒന്നുകൂടെ കാണുന്നൊരാഗ്രഹം ഉണ്ടായി. അപ്പോൾ അതിന് ശേഷം എന്ത് ചെയ്യില്ല, അത് കാണാൻ പറ്റില്ല അല്ലേ. അത് വേറെ ആളുടെ ആണ്. സ്വന്തം വസ്തു തൻ്റെ കയ്യിൽ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ് അച്ഛനിവിടെ അനുഭവപ്പെടുന്നത്. ചബീലനെ മുർഗിക്കോ ക്യൂ ചോड़ दिया. എന്തുകൊണ്ടാണ് ചബീല മുർഗിയെ ഉപേക്ഷിച്ചത്? ചബീല ഒരു മുർഗി ഷഹർ മേ രഹത്തെ थे. രണ്ടുപേരും ടൗണിൽ താമസിക്കുന്നു. ഇസി ബീച്ച് കോയി ഓർ സ്ത്രീ ചബീലെ കി നസർ മേ ബൈഠ് ഗയി. ആ ഇടയ്ക്കാണ് അവർക്ക് വേറൊരുത്തനായിട്ട് ഇഷ്ടത്തിലാവുന്നത്. ഇസിലിയെ ചബീലനെ മുർഗിക്കോ ചോड़ दिया. അങ്ങനെ അദ്ദേഹം ചെയ്ത മുർഗിയെ ഉപേക്ഷിക്കുകയാണ്. ഹേ ഫൂൽ തോ അന്ന ഹേ ഇസ് ചോട്ടി ബഹൻ കെ ലിയെ. കവി ഐസ ക്യൂ कहते हैं. കവി ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? ലഡ്കി ഫൂൽ ബേച്ച്കർ അപ്പനെ പരിവാർ കി ആജീവിക ചലാത്തി ഹെ. പെൺകുട്ടി പൂ വിറ്റാണ് തൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ഇസ്ലിയെ ഫൂൽ ഉസ്കെ ലിയെ അന്ന ഹെ. അതുകൊണ്ടാണ് പൂവ് അന്നമായി തോന്നിയത്. ഇനി ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ഈ അനുച്ഛേദം വായിച്ചിട്ട് സെൻറ്റൻസ് എഴുതാനാണ്. नाम कुंभर नारायण, जन्म 1927, जन्मस्थान फैसाबाद उत्तर प्रदेश. प्रमुख रचनाएं चक्रव्यूह, अपने सामने कोई दूसरा नहीं, इन दिनों आदि. विशेषताएं नई कविता आंदोलन के सशक्त हस्ताक्षर. पुरस्कार 2005 का ज्ञानपीठ. അപ്പോൾ അങ്ങനെ എഴുതാം. कुंभर नारायण नई आंदोलन के सशक्त हस्ताक्षर थे. उनके जन्म 1927 को उत्तर प्रदेश के फौजाबाद में हुआ. चक्रव्यूह, अपने सामने कोई दूसरा नहीं, इन दिनों आदि उनकी प्रमुख रचनाएं हैं. 2005 के ज्ञानपीठ पुरस्कार से वे सम्मानित हुए. ഇതൊക്കെ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതുപോലെ അങ്ങ് എഴുതി വെച്ചാൽ മതി പെർസെൻറ്റേജ് ആക്കി. അടുത്ത് വരുന്നത് നഹു പൂഞ്ചിത്തി നീട് ഗിരെ शिशु पै मंडराती माँ. जापानी लघु कविता है हाइकू. हिंदी के प्रसिद्ध हाइकू भगवत शरण अग्रवाल की है. അപ്പോൾ अग्रवाल की एक प्रमुख रचना है ഏത് ഹൈക്കു. ഹൈക്കു എന്ന് പറഞ്ഞത് ഒരു ജാപ്പാനി കവിതയാണ്. ഇസ്മേ മാതൃപ്രേം കാ മഹത്ത് അങ്കിത് ഹെ. ഇതിൽ മാതൃസ്നേഹമാണ് കവി വർണ്ണിക്കുന്നത്. മാ കി മമത അതുല്നി ഹെ. അമ്മയുടെ സ്നേഹം എന്നത് എത്ര വർണ്ണിച്ചാലും മതിവരാത്തതാണ്. कभी कभी वर्षा हवा आदि के कारण पेड़ों से नीड नीचे गिरते हैं. ചില സന്ദർഭങ്ങളിൽ കാറ്റും മഴയൊക്കെ വരുമ്പോൾ മരങ്ങൾ ഒടിഞ്ഞു വീഴാറുണ്ട് അല്ലേ. അപ്പോൾ ആ മരത്തിൽ അകപ്പെട്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഒറ്റയ്ക്കാക്കിയിട്ട് ആര് പോകാറില്ല? തൻ്റെ മാതാവ് പോകാറില്ല. അപ്പോൾ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്ത് ആപത്ത് വന്നാലും സഹായമായിട്ട് ആര് കാണും? മാതാപിതാക്കൾ കാണും. लेकिन नीचे गिरे पेड़ों को छोड़कर अपनी माँ उड़ नहीं जाती, वह उन बच्चों पर मंडराती रहती है. അടുത്തത് टिप्पणी എഴുതാനാണ്. टिप्पणी. बेटा तू पानी पिलाया कर, पुण्य मिलता है, वह पूजा के लिए कहीं भी न बैठकर लोगों के दिल में जगह बनता है. പരോപകാർ महत्वपूर्ण है. പരോപകാരമാണ് ഏറ്റവും വലിയ പ്രവൃത്തി. സ്കൂട്ടർ വാലെ മേ ഭി ഹം പരോപകാർ देखते हैं. അപ്പോൾ നമ്മുടെ സ്കൂട്ടർകാരിൽ നമുക്ക് ഈ ഒരു പരോപകാരം കാണാൻ കഴിയുന്നുണ്ട്. स्कूटर वाला वह फटका हुआ पीर संस्मरण का मुख्य पात्र है. അപ്പോൾ स्कूटर वाला कौन है? वह फटका हुआ पीर संस्मरण का मुख्य पात्र. वह बड़ा दयालु है. അദ്ദേഹം ആരായിരുന്നു? ഒരു ദയാലു ആണ്. അപ്പോൾ അതിലെ കഥാപാത്രമാണ്. ഇതൊരു ഓർമ്മക്കുറിപ്പാണ്. वह दिल्ली के गरम रास्ते पर अपना स्कूटर चलाकर आजीविका कमाता है.
അപ്പോൾ ഡൽഹിയിൽ ആ ചൂടത്ത് അദ്ദേഹം സ്കൂട്ടർ ഓടിച്ച് ആളുകൾക്ക് വെള്ളം കൊടുത്താണ് ജീവിക്കുന്നത്. വഹ് നിസ്വാർത്ഥ സേവനമാണ് അദ്ദേഹം ചെയ്യുന്നത്. മാക്ക ഉപദേശ് സുൻകർ സ്കൂട്ടർ വാല ദൂസരോങ്കു മുഫ്ത് മേ പാനി മിലാത്ത ഹെ. അമ്മയുടെ ഉപദേശപ്രകാരം സ്കൂട്ടർ വാല എന്ത് ചെയ്യുന്നു, ഫ്രീ ആയിട്ടാണ് ആൾക്കാർക്ക് വെള്ളം കൊടുക്കുന്നത്. വഹ് അപ്പന പൈസ ദേക്കർ മശകമേം പാനി ഫർ ലേത്താ ഹെ. വാസ്തവമേ യഹ് മഹാൻ കാര്യ ഹി ഹെ. തൻ്റെ കുടത്തിൽ തന്നെ വെള്ളം നിറച്ച് ആളുകൾക്ക് ദാഹിച്ചിരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, വെള്ളം കൊടുക്കുന്നു. അപ്പോൾ ഒരു മഹത്തായ പ്രവൃത്തിയാണ്. അവിടെയൊക്കെ നല്ല ചൂടാണ്. അപ്പോൾ ആ ചൂട് സമയത്ത് ദാഹിച്ചിരിക്കുന്ന ആൾക്കാർക്ക് അറിഞ്ഞ് വെള്ളം കൊടുക്കുന്ന പ്രവൃത്തിയാണ് മശക് വാല ചെയ്യുന്നത്. പരോപകാർക്ക് യഹ് ഭാവന ബഹുത് ഹി അനൂഠി ഹെ. ആ ഒരു പരോപകാരം, വണ്ടിയുടെ ഒക്കെ ഭയങ്കര ശബ്ദം അല്ലേ. ആജ് കി സോർത്തി ദുനിയാമേ സ്കൂട്ടർ വാല ആദർശ ബൻതാ ഹെ. ഇന്നത്തെ സ്വാർത്ഥ നിറഞ്ഞ ജീവിതത്തിൽ അദ്ദേഹം ഒരു മാതൃകയാണ്. ഉസ്കി മഹാനത കോ ദേക്കർ ലേഖിക ഉസി പീർ കഹത്തി ഹെ. അദ്ദേഹത്തിൻ്റെ ഈ പ്രവൃത്തി കണ്ടാണ് ലേഖിക പീർ എന്ന് വിളിക്കുന്നത്. ഉസ്കി സ്കൂട്ടർ വാലയ്ക്ക് ചരിത്രക്കോ ഉജ്ജ്വൽ ബനാ ദിയ ഹെ. അദ്ദേഹത്തിൻ്റെ ഈ സ്വഭാവം തന്നെ എന്ത് ചെയ്തു, അദ്ദേഹത്തെ ഉജ്ജ്വലമാക്കി. അപ്പോൾ 1 മുതൽ 17 വരെയുള്ള വീഡിയോസാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. ഇതിൻ്റെ അടുത്ത് രണ്ടാമത്തെ പാർട്ട് ബാക്കി ക്വസ്റ്റ്യനായിട്ട് വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ആർക്കെങ്കിലും സ്പെഷ്യലായിട്ട് 10 ദിവസത്തെ ക്ലാസ് വേണമെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. 9400773625 കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ക്ലാസ്സിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നമസ്തേ.